മക്കളുടെ ഏറ്റവും വലിയ കുറേ എന്താണ് പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത്, കാരണം നമ്മുടെ എൻട്രൻസ് എക്സാമിന്, നീറ്റ് എക്സാമിന് ഇനി നമുക്ക് 4 മാസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പം ആ ദിവസങ്ങളിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്സ്, ഈ 4 മാസത്തിൽ എനിക്ക് ഈ ഒരു വലിയ എൻട്രൻസ് എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ പോകുന്നത് നല്ല രീതിയിൽ തന്നെയാണോ അല്ലേ, അതുപോലെ തന്നെ എനിക്ക് പല പ്രശ്നങ്ങളും ഈ പ്രിപ്പറേഷൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ആ ഒരു പ്രോബ്ലത്തിൽ ചെറിയ പ്രോബ്ലംസ് ആണ് എൻ്റെ കുട്ടികളോട് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അതിലെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതും മിസ് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇനിയും 4 മാസമുണ്ട് അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എക്സാം അല്ല അല്ലേ. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസുകളുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന രീതിയാണ് നമുക്കറിയാം. ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടുകളിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കുക, ഓരോ ചാപ്റ്ററുകളുടെയും ഏകദേശം നമുക്ക് വെയിറ്റേജ്, കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാമേ അല്ല അല്ലെ. വെരി പ്രെഡിക്റ്റബിൾ ആയിട്ട് നമുക്കറിയാം ഇന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഇതാണ് നമ്മുടെ സിലബസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള എക്സാം ആണ്. അപ്പൊ അതിന് നമ്മൾ ഇത്രയും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല മക്കളെ. ഈ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനം നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണ്, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ 4 months കൊണ്ട് വളരെ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. സോ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന, വളരെ സീരിയസ് ആയിട്ട് നമ്മളുടെ ഈ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ് അല്ലേ. എന്തിനും ടൈം കിട്ടുന്നില്ല മിസ് അല്ലേ. അപ്പോൾ ഒന്നിനും, അല്ലെങ്കിൽ ഒരു ദിവസം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല, എങ്ങനെയാണ് ഇത്രയും ചാപ്റ്റേഴ്സ്, ഇത്രയും സിലബസ് ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാവരുടെയും. അപ്പം ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീരെ എന്ത് ചെയ്യുന്നില്ല, പ്ലാൻ ചെയ്യുന്നില്ല. അതായത് എനിക്ക് ഇനി ഈ 4 months എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓഫ് കോഴ്സ് നിങ്ങൾ ഒരുപാട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ തിയറിയും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എല്ലാം പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തീരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടേ ഉണ്ടാവാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ എന്ത് ചെയ്യുക, നമ്മൾ ഈ 4 മാസത്തേക്കുള്ള ഈ ഒരു പ്ലാനിങ്ങിനായിട്ട് മാറ്റിവെക്കുക. ആ ഒരു പകുതി ദിവസം ഇരുന്നിട്ട് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എനിക്ക് അല്ലെ ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഞാൻ ഏകദേശം തിയറി പഠിച്ച ചാപ്റ്റേഴ്സ്, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത ചാപ്റ്റേഴ്സ്, തീരെ തൊടാത്ത ചാപ്റ്റേഴ്സ് അല്ലെ, നന്നായിട്ട് ലെക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ കണ്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഓക്കെ, ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ചാപ്റ്റർ ഞാൻ പഠിച്ച് തീർക്കണം എന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഒരിക്കലും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കാൻ പോകരുത് അല്ലേ. ഒരു 24 hours ഉണ്ടെങ്കിൽ അതിലൊരു 20 hours അല്ലെങ്കിൽ മൊത്തം ദിവസത്തിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്തിടരുത്, ടൈം ടേബിൾ കൊണ്ടിരുത്. ഒരു പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആയിട്ടുള്ള, നമ്മളെ കൊണ്ട് കുറച്ച് പിടിച്ചു നിന്നാൽ, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ഒരാളുടെ ടൈം ടേബിൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ ടൈം ടേബിൾ വെച്ച് നമ്മൾ പഠിക്കാമെന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് ഡേ നിങ്ങൾ അതിന് വേണ്ടി, ആ ടൈം നിങ്ങൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് എണീക്കുന്ന സമയത്ത് അയ്യോ ഞാൻ ഇന്ന് എന്താ ചെയ്യേണ്ടത്, ഇത് ചെയ്യണം, അത് ചെയ്യണം, അപ്പുറത്ത് ചെയ്യണം, മറിച്ചത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാവും, ടോട്ടലായിട്ടുള്ള ആ ഒരു റഷ് ഒഴിവാക്കാൻ ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. സോ നിങ്ങൾ ഒരു ദിവസം അതിന് വേണ്ടി അങ്ങോട്ട് കളയുക. ഓക്കെ, എന്നിട്ട് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഈ ടൈം ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പം അത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് അസുഖം വരികയാണെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാൽ നിങ്ങൾക്ക് ആ ചെറിയ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും. അപ്പം മെയിനായിട്ട് ഈ ടൈം മാനേജ്മെൻറ്റ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ വേറെ ആരുമല്ല, ആരാണ്, കൃത്യമായിട്ട് നിങ്ങളുടെ ടൈം ടേബിളും പ്ലാനിങ്ങും ചെയ്യാത്തത് കൊണ്ടാണ് ഈ ടൈം മാനേജ്മെൻറ്റ് ഇല്ലാതെ ഇരിക്കുന്നത്. ഓരോ ദിവസം തോന്നുന്ന പോലെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് വർക്കാവില്ല. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, കുറേ തിയറി പഠിക്കും, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും അല്ലേ, ഇതെല്ലാം പോവും, പക്ഷെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യില്ല
അല്ലേ? ഇതെല്ലാം പഠിക്കാനുണ്ട്, എനിക്ക് ഇനിയും അല്ലേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാതെ വിട്ടുപോകാറുണ്ട്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇസ് ദ വെരി ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മക്കളെ അതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ നിങ്ങൾ എന്തായാലും മോക്ക് ടെസ്റ്റ് എഴുതിയിരിക്കണം. നമ്മൾ ഈ പഠിക്കുന്നതും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും ഒന്നുമല്ല ടെസ്റ്റിലേക്ക് പോകുന്ന സമയത്തുണ്ടാവുക. ഇത്ര ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അല്ലേ അത്രത്തോളം നമ്മൾ കൊടുക്കണം. അപ്പോൾ അത്രയും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അത് പഠിച്ചതിന് ശേഷം പ്രോപ്പറായി പഠിച്ച് റിവൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ 2-3 ചാപ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റുകളായിട്ടോ നിങ്ങൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുക. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു റൂട്ടീൻ ഉണ്ടാക്കുക. അതായത് രാവിലെ എന്നും നേരത്തെ എണീക്കണം അങ്ങനെയല്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, ചിലർക്ക് രാവിലെ എണീറ്റ് പഠിക്കാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് രാത്രി ആയിരിക്കും ഇഷ്ടമുണ്ടാവുക, അല്ലെങ്കിൽ അല്ലേ. അപ്പം നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള, നിങ്ങൾ എപ്പോഴാണ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുക ആ ഒരു റൂട്ടീൻ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഡെയിലി ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പം രാവിലെ എണീക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് നല്ലപോലെ ലെക്ചേഴ്സൊക്കെ കേട്ട് പഠിച്ച് അല്ലേ റിവൈസ് ഒക്കെ ചെയ്യുന്ന സമയമാക്കി മാറ്റാം. ഇനി അല്ല രാത്രിയാണ് നിങ്ങൾക്ക് അത് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അത് ഓരോ പേഴ്സണെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. ഒരു റൂട്ടീനിലേക്ക് അല്ല, ഒരു പ്രോപ്പറായിട്ടുള്ള മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കണ്ട് ഇന്ന റൂട്ടീനൊക്കെ ഉണ്ടാക്കി ഞാൻ 4 മിനിറ്റ് ഇന്ന അങ്ങനെ ചെയ്യേണ്ട. സ്വന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെയാണ് അല്ലേ, നിങ്ങളെ അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. സോ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, എനിക്ക് പറ്റുന്ന ഒരു ടൈം ടേബിൾ ഇതാണെന്ന് വിചാരിച്ചുകൊണ്ട് അത് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അഥവാ ഒരു ഹാഫ് ഡേ വേസ്റ്റ് ആയി പോയി, അല്ലെ വെറുതെ നമ്മൾ എന്ത് ചെയ്തു ഇരുന്ന് വേസ്റ്റ് ചെയ്ത് പോയി എന്ന് വിചാരിക്കും ഒരു ഹാഫ് ഡേ. പക്ഷെ ബാക്കിയുള്ള ദിവസം അതായത് ഹാഫ് ഡേ അവിടെ വീണ്ടും ബാക്കിയുണ്ട്. അപ്പോൾ ആ നേരം അതായത് ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പോലെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ആ സമയം നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഹാഫ് ഡേ ഞാൻ വേസ്റ്റ് ചെയ്തു എന്ന് ആലോചിച്ചിട്ട് ബാക്കിയുള്ള നേരം അയ്യോ ഞാൻ ഇത്രയും നേരം വേസ്റ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് ഡേ നിങ്ങളുടെ കുട്ടികൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഹാഫ് ഡേ നിങ്ങളത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസിയാണ്. ആദ്യം ഒരു 10 ദിവസം അല്ലെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് 10th ദിവസം തൊട്ടിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ അല്ലെ തോന്നിയ വഴിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വർക്ക് ആവില്ല. സോ കൺസിസ്റ്റൻസി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 4 മാസം ഞാൻ ഇങ്ങനെ തന്നെ പോകുള്ളൂ എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾ എടുക്കണം. ഓക്കെ, പിന്നെ ഒരിക്കലും നിങ്ങളെ സ്ട്രെസ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഓക്കെ, ഞാനിനി അല്ല നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും, ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നതായിരിക്കും, ചിലപ്പോൾ മ്യൂസിക് കേൾക്കുന്നതായിരിക്കും, ചിലപ്പോൾ കഴിക്കുന്നതായിരിക്കും, ഫേവറേറ്റ് ഫുഡ്സ് കഴിക്കുന്നതായിരിക്കും അല്ലേ. അപ്പം അതിനെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, അല്ലെ റെസ്ട്രിക്റ്റ് ചെയ്യണ്ട, സമയം കുറയ്ക്കുക. ഓക്കെ, അപ്പം ഒരിക്കലും നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരു സാധനത്തിന് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇനി അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വീണ്ടും നമ്മുടെ ബ്രെയിൻ സ്ട്രെസ്ഡ് ഔട്ടായി വരികയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് അതിനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക. അതായത് ഫ്രീ ടൈമാണ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ചെയ്യാൻ അതിനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക. അല്ലാതെ ഞാനിത് ചെയ്യില്ല, ഞാനിനി ഒരിക്കലും എൻ്റെ നീറ്റ് എക്സാം കഴിയുന്നത് വരെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കില്ല അല്ലേ, അല്ലെങ്കിൽ ഞാനിനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് അല്ലെ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ചെറിയ സമയം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ബ്രെയിനും അല്ലെ നമ്മളുടെ ബോഡിയും ഒന്നും സ്ട്രെസ്ഡ് ഔട്ട് ആവാതിരിക്കും. എല്ലാത്തിനും അല്ലെ ഒരു ബാലൻസിൽ എൻ്റെ കുട്ടികൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഒരു 4 മാസം പഠിച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുന്നേറാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. ഓഫ് കോഴ്സ് നമുക്കറിയാം നീറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു എൻട്രൻസ് എക്സാം ആണെങ്കിലും നമുക്കൊരു ഹെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും അല്ലേ. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ എക്സാമിനർ ഫാമിലി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു 2024 എക്സാം നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് എഴുതുക. വെറുതെ പോയി എഴുതാതെ നന്നായിട്ട് ഒരു പ്രിപ്പറേഷൻ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ എക്സാമിനറുടെ നീറ്റ് ആൻഡ് കീം ബാച്ച് ഇവിടെ ഉണ്ട്. അപ്പം നമ്മളുടെ നീറ്റിൻ്റെ ബാച്ചിൽ എൻ്റെ കുട്ടികൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ വേണ്ടി പോകുന്നത്, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഡെയിലി റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതേ ക്ലാസ്സുകളുടെ
PDF നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദെൻ വീക്ക്ലി എക്സാംസ്, ഓരോ വീക്കിലും എക്സാം ഉണ്ട്. മിസ് നേരത്തെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മിസ് പറഞ്ഞു തരുള്ളൂ അല്ലേ. അപ്പോൾ വീക്ക്ലി എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നീറ്റിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻട്രൻസിൻ്റെ ബുക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള മക്കൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇനി നമുക്ക് അല്ലേ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ മാസങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് മക്കളെ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അതിൻ്റെ റിസൾട്ട് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.